നമസ്കാരം. എജുവിദ്വാൻ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് 2014 എന്ന വർഷത്തിൽ സി എന്ന അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ ലഭിച്ചവരുടെ എണ്ണം കണ്ടെത്തുക. അതിനായി 2012, 2013, 2014 എന്നീ വർഷങ്ങളിലായി ABC എന്ന അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ ലഭിച്ചവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ അക്കാഡമി സി എന്നതിന് നേരെയായിട്ടുള്ള 2014 എന്ന കോളത്തിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ സി എന്ന അക്കാഡമിയിൽ നിന്ന് 2014 എന്ന വർഷത്തിൽ സെലക്ഷൻ ലഭിച്ച ആളുടെ എണ്ണം ലഭിക്കും. ഇവിടെ ആ വാല്യൂ 9 ആണ്. അതിനാൽ സി എന്ന അക്കാഡമിയിൽ നിന്ന് 2014 9 പേർക്ക് സെലക്ഷൻ ലഭിച്ചെന്ന് മനസ്സിലാക്കാം. ചോദ്യത്തിൽ 3 വാക്കുകൾ തന്നിരിക്കുന്നു. ആദ്യത്തെ 2 വാക്കിൻ്റെ തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി മൂന്നാമത്തെ വാക്കിനോട് ചേർന്ന് പോകുന്ന നാലാമത്തെ വാക്ക് കണ്ടെത്തുക. ആദ്യത്തെ 2 വാക്കുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് എന്നതാണ് ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് ലിങ്കർ എന്നാണ്. നമ്മൾക്ക് കാണാൻ കഴിയും വെയിറ്റ് എന്നതും ലിങ്കർ എന്നതും സെയിം മീനിങ് വരുന്ന 2 വാക്കുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ വാക്കായ ബൈറ്റ് എന്നതിന് സമാനമായ അർത്ഥം വയ്ക്കുന്ന ഒരു വാക്കാണ് നാലാമത്തെ സ്ഥാനത്തേക്ക് വരേണ്ടത്. താഴെ കൊടുത്തിട്ടുള്ള 4 വാക്കുകളിൽ നിന്ന് ബൈറ്റിനോട് ചേർന്ന് പോകുന്ന അർത്ഥമുള്ള വാക്ക് കണ്ടെത്താം. ഓപ്ഷനിൽ ആദ്യത്തെ വാക്ക് ഗ്നോ എന്നാണ്. രണ്ടാമത്തെ വാക്ക് മുർമുർ എന്നാണ്. മൂന്നാമത്തെ വാക്ക് ഹിസ് എന്നാണ്. നാലാമത്തെ വാക്ക് ഈറ്റ് എന്നാണ്. ഇതിൽ ഗ്നോ എന്നതിൻ്റെ അർത്ഥം കടിച്ചു കീറുക എന്നതാണ്. മർമർ എന്നതിൻ്റെ അർത്ഥം കുറുങ്ങുക എന്നതാണ്. ഹിസ് എന്നതിൻ്റെ അർത്ഥം ശക്തമായി വായു പുറത്തേക്ക് തള്ളുന്ന സൗണ്ട് എന്നാണ്. ഇവിടെ ബൈറ്റിനോട് ചേർന്ന് പോകുന്ന അർത്ഥം വയ്ക്കുന്ന വാക്ക് എന്നത് ഗ്നോ എന്നാണ്. ഉത്തരം ഗ്നോ. പത്മ സുരേഷിൻ്റെ അമ്മയുടെ സഹോദരിയാണ് എങ്കിൽ പത്മയും സുരേഷും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ്. പത്മ എന്നത് സുരേഷിൻ്റെ അമ്മയുടെ സഹോദരിയാണ് എങ്കിൽ പത്മയും സുരേഷും തമ്മിലുള്ള ബന്ധമെന്ത്? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാലും ഞാൻ അതൊരു എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള രീതി പറഞ്ഞു തരാം. ഇതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെന്താണ് ബന്ധമെന്നുള്ളത്. ആദ്യം സുരേഷിനെ വരയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് സുരേഷിൻ്റെ അമ്മ. ഇപ്പോൾ ഫീമെയിൽ നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് കൊടുക്കും. മെയിലാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ. അത് ഏത് സൈൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. സഹോദരി എന്നത് പത്മ, അവിടെയും ഒരു സൈൻ കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ചാർട്ട് വരയ്ക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ളത് ഗ്രാൻഡ് പാരൻസ്, അതിനുശേഷം പാരൻസിൻ്റെ സിബ്ലിങ്സ് അല്ലെങ്കിൽ ആരുടെ സിബ്ലിങ്സ് വരാണെന്നുണ്ടെങ്കിലും അത് ഹോറിസോണ്ടലായിട്ടായിരിക്കും രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ സുരേഷിൻ്റെ അമ്മയുടെ
ഇവിടെ പത്മ എന്നത് സുരേഷിൻ്റെ അമ്മയുടെ സഹോദരി ആയതിനാലാണ് അമ്മയെ രേഖപ്പെടുത്തിയ അതിന് സമാന്തരമായി പത്മ എന്നതിനെ രേഖപ്പെടുത്തിയത്. അവസാനം നമ്മൾക്ക് ഇങ്ങനെയൊരു ഫിഗറാണ് ലഭിക്കുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുരേഷിൻ്റെ ഓണ്ട് ആണ് പത്മ എന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിൽ അമ്മയുടെ സഹോദരി, അച്ഛൻ്റെ സഹോദരി എന്നിവരെയെല്ലാം ഓണ്ട് എന്നാണ് കണക്കാക്കുന്നത്. മലയാളത്തിലെ പോലെ അമ്മായി, ചെറിയമ്മ, വല്യമ്മ എന്നീ പേരുകളൊന്നും ഇംഗ്ലീഷിൽ കണക്കാക്കുന്നില്ല. ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ടുള്ള ഓണ്ട് എന്ന ഒരു പൊതുവായ വിശേഷണമാണ് നൽകാറുള്ളത്. ഒരു സിംപ്ലിഫിക്കേഷൻ ചോദ്യമാണ്, അതായത് ലഘൂകരിക്കുക. ഒരു സിംപ്ലിഫിക്കേഷൻ ചോദ്യമാണ്. 138 ഹരണം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 35 മൈനസ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 53 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇതിനി ഇവിടെ എഴുതാം 89 മൈനസ് 72 ഹരണം 9 ഇൻറ്റു 6 ബ്രാക്കറ്റ് ക്ലോസ്, കേർലി ബ്രാക്കറ്റ് ക്ലോസ്, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡ് മാസ് റൂൾ അനുസരിച്ചിട്ടാണ്. ബോഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അകത്ത ബ്രാക്കറ്റിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ഏറ്റവും അകത്ത ബ്രാക്കറ്റിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 89 മൈനസ് 72 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 6. ഇപ്പോൾ ഇതിൽ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അതായത് ഡിവിഷനാണല്ലോ. ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 72 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ നമുക്കിത് എത്ര കിട്ടും? 72 8 എന്ന് കിട്ടും ഉത്തരം. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? 8 ഇൻറ്റു 6, പിന്നെ 89 മൈനസ് 8. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം 8 ഇൻറ്റു 6 എന്ന് ചെയ്യണം. അപ്പോൾ 8 ഇൻറ്റു 6 ഇപ്പോൾ 48 കിട്ടും. 48 കിട്ടി. ഇനി 89ൽ നിന്ന് 48 മൈനസ് ചെയ്യാം. ആ തുക എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 41. ഇതിപ്പോഴാണ് ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റിൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്തിട്ടാ ഒരു കേർലി ബ്രാക്കറ്റ് ക്ലോസ്, പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്, പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന തുക ഏതാ? 53 ആണ്. 53 മൈനസ് ഇങ്ങനെയാണ് എഴുതിയാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ബ്രാക്കറ്റ് ഉണ്ട് 35 മൈനസ്, പിന്നെ ഇത് കേർലി ബ്രാക്കറ്റാണ്, പിന്നെ 138 ഹരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇനി അടുത്ത ബ്രാക്കറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ബ്രാക്കറ്റ് എടുത്ത് നോക്കാം. ഇത്രയും ബ്രാക്കറ്റ് ഇതാണ് സോൾവ് ചെയ്യേണ്ടത്.
ഇതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ 53 - 41 എന്ന് പറയുന്നത് എത്ര കിട്ടും? 12 എന്നുള്ള ഉത്തരം കിട്ടും. 12. ഇത് ഇപ്പോൾ ഇത് 12 ആവും. അപ്പോൾ ഇവിടെ എങ്ങനെയാവും? 35 - 12. ഈ ബ്രാക്കറ്റ് അല്ല ഇവിടെ വരാം, കേർലി ബ്രാക്കറ്റാണ് വരാം. (138 ഹരണം) ഇങ്ങനെ കിട്ടും. ഇത് കുറച്ച് കഴിയുമ്പോൾ 35 - 12 പോയി കഴിയുമ്പോൾ 20 എത്ര കിട്ടും? 23 കിട്ടും. 138 ഹരണം 23 എത്ര കിട്ടും? ഒന്ന് നോക്കി. 138 എത്ര തവണ പോവും? 18 സോറി 6 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 6 18 6 18 1 26 12 12 1 13. അപ്പോൾ ഇവിടുത്തെ ഉത്തരം കിട്ടിയ 138. അപ്പോൾ ഇവിടെ എത്ര ഉത്തരം ആവണ്ടേ? 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 138 കിട്ടിയ. അപ്പോൾ നമുക്ക് ഇത് ഉത്തരം എടുത്ത് എഴുതാം. 138 ഹരണം 23 എന്നത് 6 ഉത്തരം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് അവസാനത്തെ ഉത്തരം 6. ഈ ക്വസ്റ്റ്യൻ്റെ സിംപ്ലിഫിക്കേഷന് ശേഷം കിട്ടുന്ന ഉത്തരം. ഓക്കെ. 15 ടെസ്റ്റുകളിലെ ശരാശരി മാർക്ക് എന്നത് 29 ആണ്. രുചിരയ്ക്ക് 11 ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ശരാശരി മാർക്ക് എന്നത് 27. രുചിരയുടെ മാർക്ക് സുവീറിൻ്റെ ആവറേജിന് തുല്യമാക്കുവാൻ വേണ്ടി ബാക്കിയുള്ള 4 ടെസ്റ്റുകളിൽ രുചിരയ്ക്ക് എത്ര മാർക്ക് വീതം വാങ്ങിക്കേണ്ടതായി വരും? 15 ടെസ്റ്റുകളിൽ സുവീറിന് 29 മാർക്ക് വീതം ലഭിച്ചിട്ടുണ്ട്. രുചിരയ്ക്ക് 11 ടെസ്റ്റുകളിൽ 27 മാർക്ക് വീതം. 15 ടെസ്റ്റുകൾ കഴിയുമ്പോൾ രുചിരയ്ക്കും സുവീറിനും തുല്യ ശരാശരി മാർക്ക് ലഭിക്കുവാൻ വേണ്ടി ഇനി വരാൻ പോകുന്ന 4 ടെസ്റ്റുകളിൽ രുചിരയ്ക്ക് എത്ര മാർക്ക് വീതം ലഭിക്കേണ്ടതായി ഉണ്ട്? അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 15 ടെസ്റ്റുകളിലെ സുവീറിൻ്റെ മാർക്കുകൾ കൂട്ടി ടോട്ടൽ എത്ര മാർക്ക്, അതായത് ആകെ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയണം. അതിനോട് തുല്യമായിരിക്കും രുചിരയുടെ മാർക്ക് എന്നത് 15 ടെസ്റ്റിലെ. നിലവിൽ സുവീറിൻ്റെ ടോട്ടൽ മാർക്ക് എന്നത് 15 ടെസ്റ്റുകളിലെ കൂടി ടോട്ടൽ മാർക്ക് എന്നത് 435 ആണ്. അപ്പോൾ 11 ടെസ്റ്റിൽ 27 മാർക്ക് വീതം ലഭിച്ച രുചിരയ്ക്ക് ഇനി ബാക്കിയുള്ള 4 ടെസ്റ്റുകളിൽ കൂടി എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് 435 എന്ന മാർക്കിൽ എത്താൻ സാധിക്കുക? അപ്പം അതിനു വേണ്ടി എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ഇനി വാങ്ങിക്കേണ്ടതായിട്ടുള്ള മാർക്ക്, ശരാശരി മാർക്ക് എത്രയാണെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ 11 × 27 എന്നത് 297 എന്ന് ലഭിക്കും. പ്ലസ് 4x = 435. ഈ മുകളിൽ കുറച്ച് മാച്ചുകൾ കേട്ടോ.
എക്സിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ (4x = 435 മൈനസ് 297 എന്ന് ലഭിക്കും. 4x എന്നത് 138. അതുകൊണ്ട് ഇവിടെ വെട്ടിക്കളയാം. 4x വെട്ടിപ്പോയി, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടും x = 34.5. അതായത് ഇനിയുള്ള 4 ടെസ്റ്റുകളിൽ ശരാശരി 34.5 മാർക്ക് വാങ്ങിച്ചാൽ രുചിരയുടെയും സുവീറിൻ്റെയും 15 ടെസ്റ്റുകളിലെ ശരാശരി തുല്യമാവും. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ 5250 രൂപ ലഭിച്ചു. എന്നാൽ നിലവിലെ പലിശ നിരക്കിനേക്കാൾ 2% അധികം ഈടാക്കിയിരുന്നുവെങ്കിൽ 5 വർഷത്തിന് ശേഷം 5600 രൂപ ലഭിച്ചേനെ. എങ്കിൽ 5 വർഷത്തിന് മുമ്പ് നിക്ഷേപിച്ച തുക എത്ര? അടുത്ത ചോദ്യം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, സോറി, ഒറിജിനൽ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ തന്നിട്ടുള്ളത് ആ തുക 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 വർഷത്തേക്ക് ഒരു എമൗണ്ട് X% ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു തുക എമൗണ്ട് 5 വർഷത്തേക്ക് X% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ പലിശയിൽ 5-ാമത്തെ വർഷം കിട്ടുന്ന തുക എന്നത് 5250 രൂപയാണ്. പക്ഷേ അടുത്ത കണ്ടീഷൻ തന്നിരിക്കുന്നത് സെയിം എമൗണ്ട് തന്നെ, എമൗണ്ട് സെയിം 5 വർഷത്തേക്ക് പലിശ നിരക്കിൽ ഇപ്പോൾ X+2, അതായത് 2% അധിക പലിശ ഈടാക്കിയിരുന്നെങ്കിൽ ഈ 5 വർഷത്തേക്ക് മുൻപ് കൊടുത്തിരിക്കുന്ന തുക 5 വർഷം കഴിയുമ്പോൾ 5600 രൂപയായി മാറുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 2% തുക അധികം വന്നു കഴിഞ്ഞപ്പോൾ 5 വർഷത്തേക്ക് 5250 നിന്ന് 5600 ആയി. അപ്പോൾ ഇവിടെ 5 വർഷത്തേക്കാണ് 2% പലിശ അധികം വന്നത്. അപ്പോൾ എത്ര കൂടി നോക്കാം. ഈ 5600 നിന്ന് 5250 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 350 കിട്ടും. 350 രൂപയാണ് 5 വർഷത്തേക്ക് 2% നിരക്കിൽ അധിക പലിശ ഈടാക്കിയിരുന്നെങ്കിൽ കിട്ടേണ്ട തുക. അപ്പോൾ ഈ 5 × 2 എന്ന് പറയുന്നത് 10% അല്ലേ? അതായത് 2% വീതം 5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 10%. 10% എന്നത് 350 രൂപയാണെങ്കിൽ ഒറിജിനൽ തുക എന്നത് 100%. അപ്പോൾ ഈ 350 എന്നത് 10%-ൻ്റെ കൂടെ ഒരു 10 കൂടി ഗുണിച്ചാൽ ഈ 100% ആവും. അപ്പോൾ 350-ൻ്റെ കൂടെ 10 ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന തുകയാണ് ഒറിജിനൽ തുക, അതായത് 3500.
ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആദ്യ 3 ചിത്രങ്ങളിലെ മാറ്റങ്ങളനുസരിച്ച് നാലാമത്തെ ചിത്രം കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സർക്കിളിൽ ഒരു ട്രയാങ്കിള്, പിന്നെ സർക്കിള്, പിന്നെ ട്രയാങ്കിള് ഈ സർക്കിളിൻ്റെ 2 വശത്തേക്കായിട്ട് തിരിയുന്നു. പിന്നെ മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അതിനകത്തൊരു പെൻറ്റഗൺ ഷേപ്പ്. ഇപ്പോൾ അടുത്ത നാലാമത്തെ ഫിഗർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. നാലാമത്തെ ഫിഗർ. അപ്പോൾ ഇതിൽ ഈ 2 ഫിഗർ തമ്മിലുള്ള ആദ്യത്തെ 2 ഫിഗറുകളുടെ ബന്ധം എന്ന് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്, നടുവിലുള്ള ഫിഗർ അത് പുറത്തുള്ള ഫിഗറിൻ്റെ 2 വശത്തേക്കായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് നടുവിൽ ഒരു ഫിഗർ ഉണ്ടായിരുന്നു, ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അത് സർക്കിൾ എന്ന ഔട്ടർ ഫിഗറിൻ്റെ 2 വശത്തേക്ക് ആയിട്ട് മാറി. അപ്പോൾ ഇനി മൂന്നാമത്തെ ഫിഗറിനും നാലാമത്തെ ഫിഗറിലും ഉള്ള റിലേഷൻ അത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഊഹിച്ച് നോക്കാം. അതായത് സ്ക്വയർ തന്നെ വരയ്ക്കുന്നു. ഈ സർക്കിള് അതേപോലെ നിലനിർത്തിയ പോലെ സ്ക്വയർ വരയ്ക്കുന്നു. പിന്നെ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിള് സർക്കിളിൻ്റെ 2 വശത്തായ പോലെ സ്ക്വയറിൻ്റെ നടുവിലുള്ള പെൻറ്റഗൺ എന്ന ഷേപ്പ് ഈ പുറത്തുള്ള 2 വശങ്ങളിലായിട്ട് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു ഫിഗർ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ, അതായത് ബി എന്ന ഓപ്ഷൻ ഈ നാലാമത്തെ ഫിഗറായിട്ട് മാച്ചിങ് ആണ്. അപ്പോൾ ശരി ഉത്തരം ബി. ചോദ്യം ഇതാണ്: കൗശിക് 150 രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങിച്ചു. പിന്നീടത് 202.5 രൂപയ്ക്ക് മറിച്ച് വിറ്റു. കൗശികിൻ്റെ ലാഭശതമാനം എത്രയാണ്? ഈ ചോദ്യത്തിൽ ഷോപ്പ് കീപ്പർ കെ എന്ന് എഴുതാം. 180 രൂപയ്ക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്തു. പക്ഷേ അത് വിറ്റ തുക, സെല്ലിംഗ് പ്രൈസ് 202.5 ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ ലാഭത്തിൻ്റെ റേറ്റ് എത്രയാണെന്നാണ്. എത്ര രൂപ ലാഭം ലഭിച്ചു എന്നല്ല, അതിൻ്റെ റേറ്റ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാം. അതായത് വാങ്ങിയ തുക വിറ്റ തുകയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കിട്ടും. അതായത് നമ്മൾ ചെറിയ വിലയ്ക്ക് വാങ്ങി വലിയ വിലയ്ക്ക് വിറ്റപ്പോൾ ആ കൂടുതലായി കിട്ടിയ തുകയാണല്ലോ നമ്മുടെ ലാഭം എന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ 202.5 നിന്ന് 180 മൈനസ് ചെയ്യുമ്പോൾ 22.5 എന്നത് കിട്ടും. നമുക്ക് കിട്ടിയ 22.5 എന്നത് 180 എത്ര ശതമാനമാണെന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് 22.5 ഡിവൈഡഡ് ബൈ 180 × 100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇതൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 225 ഡിവൈഡ് ബൈ 18. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 12.5 എന്നാണ്. അതായത് ഇത് വെട്ടി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സംഖ്യയാണ് ഈ 12.5. അപ്പോൾ അയാളുടെ ലാഭവിഹിതം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 12.5.
ഇവിടെ തന്നിട്ടുള്ളത് സ്മോളസ്റ്റ് 5 നമ്പേഴ്സിൻ്റെ മീൻ എന്നത് 18. ടോട്ടൽ മെമ്പേഴ്സ് 13, അവരുടെ മീൻ എന്നത് 20. പിന്നെ നമുക്ക് ലഭിക്കേണ്ടത് 8 മെമ്പേഴ്സിൻ്റെ മീനാണ്. അപ്പോൾ മീനിനെ നമുക്ക് എക്സ് ആയിട്ട് കണക്കാക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ 13 മെമ്പേഴ്സിൻ്റെ മീനായ 20ൻ്റെ കൂടെ ഈ 13 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 260 ലഭിക്കും. അപ്പോൾ 13 മെമ്പേഴ്സിൻ്റെ മീനായ 20ൻ്റെ കൂടെ 13 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 260 ലഭിക്കും. അപ്പോൾ ഈ 5 സ്മോളസ്റ്റ് നമ്പറിൻ്റെ മീനിൻ്റെ കൂടെ, അതായത് സ്മോളസ്റ്റ് നമ്പറായ 5 നമ്പറുകളുടെ മീൻ തന്നിട്ടുള്ളത് 18 ആണ്. അപ്പോൾ 5 ഇൻറ്റു 18 പ്ലസ് 8 ഇൻറ്റു എത്രയാണോ 8ൻ്റെ മീൻ അതുകൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾക്ക് ടോട്ടൽ കിട്ടുന്നത് 260 ആയിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: 5 ഇൻറ്റു 18 ബ്രാക്കറ്റിൽ കൊടുക്കാം പ്ലസ് 8 ഇൻറ്റു എക്സ് ഈക്വൽ ടു 260. മനസ്സിലായോ? ഇതിൻ്റെ മേളിലെ ഭാഗം ഒന്ന് മായ്ച്ചളയാൻ പോകണം. ഇതിനെ പിന്നെയും സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും: 5 ഇൻറ്റു 18നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ആണ്. അതായത് ഇത് 5 ഇൻറ്റു 18 എന്നുള്ളത് 90 ആണ്. പ്ലസ് 8 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 8x ആണ്. ഈക്വൽ ടു എന്നത് 260 കിട്ടും. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിനെ സോൾവ് ചെയ്തെടുക്കല. അപ്പോൾ 8x ഈക്വൽ ടു 260. ഈ 90 എന്നത് ഈ ഇക്വേഷൻ്റെ ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -90 ആവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8x എന്നത് 260 -90. ഇത് കുറച്ചിട്ടുള്ള അത് എഴുതാം. 260 നിന്ന് 90 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 170. 8x ഈസ് ഈക്വൽ ടു 170. ഇനി ഫർദർ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 70 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ 2, 1, 2, 5. അതായത് എക്സിൻ്റെ വാല്യൂ 170നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21.25 എന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും വലിയ 8 സംഖ്യകളുടെ മീൻ എന്ന് പറയുന്നത് 21.25 ആണ്.